നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫീലിങ്സ് നോക്കിയിട്ട് 1 വീക്കായി അല്ലേ? ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആൽഫബറ്റ്സ് വെച്ച് നോക്കിയാലോ? ആൽഫബറ്റ്സ് വെച്ചിട്ട് നോക്കാം എന്താണ്. കാരണം ഡീറ്റെയിൽഡ് റീഡിങ് ചെയ്തിട്ട് കുറേ നാളായി ജനറൽ കാർഡ്സ് എടുത്ത് പോകുമായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ് വെച്ചിട്ട് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കറണ്ടായിട്ടുള്ള കേട്ടോ, ഇപ്പോൾ ഈ സമയത്തുള്ള ഡീപ്പ് ഡൗൺ ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ടുകളയുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴേ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ആസ് ഇറ്റ് ഈസ് പുതിയതായിട്ട് റീഡിങ്സ് എടുക്കുന്നില്ല. കാരണം ഇനി പെൻഡിങ്സ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു 20th അടുപ്പിച്ച് ഞാൻ വീണ്ടും ഞാൻ അനൗൺസ് ചെയ്യാം, വീഡിയോയിൽ തന്നെ അനൗൺസ് ചെയ്യാം കേട്ടോ. പ്രോബബ്ലി മൺഡേ, ഈ വരുന്ന മൺഡേ ഉണ്ടല്ലോ, തിങ്കളാഴ്ചത്തേക്ക് നമുക്ക് ലൈവ് വരാം. ലൈവ് ആദ്യം ഞാൻ വിചാരിക്കുന്നു മെമ്പേഴ്സിന് ലൈവ് ആദ്യം കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ട്യൂസ്ഡേ പിന്നെ പോസിബിൾ അല്ല, വേണമെങ്കിൽ വെനസ്ഡേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ലൈവും ചെയ്യാം. മൺഡേ മെമ്പേഴ്സ് ലൈവ് ആൻഡ് വെനസ്ഡേ സബ്സ്ക്രൈബേഴ്സ് ലൈവ്, രണ്ടും 11 മണിക്ക് രാവിലെ. ഓക്കെ, അപ്പോൾ എന്തായാലും മൺഡേയിലേക്ക് ഫ്രീ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ് കേട്ടോ. പെൻഡിങ്സ് ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പൈസ തന്നവർ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എല്ലാവരും സ്ട്രെസ്സിലാണ് അറിയാമല്ലോ. അതുകൊണ്ട് നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആണ് അത് ഫിനിഷ് ചെയ്യാതിരിക്കുമ്പോൾ കേട്ടോ. അതിലൊന്ന് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF തുടങ്ങുന്നതാണെങ്കിൽ അവരുടെ ഇന്നത്തെ നിങ്ങളോടുള്ള കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. നിലവിൽ ഉള്ള കേട്ടോ, നിങ്ങളിത് കാണുന്ന സമയത്തുള്ള. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് ABCDEF തുടങ്ങുന്നതാണ്. ഇവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF. അവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. പ്ലീസ് ഗൈഡ്. Four of Wands ആദ്യം വീണു കേട്ടോ. The Sun, Two of Wands, Ace of Pentacles, Lovers, Eight of Swords, Judgment. നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂസ്ഡ് സോളാണ്. കൺഫ്യൂഷൻ്റെ അങ്ങേ തലയാണ് അവർക്ക്. അതായത് നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. ഓക്കെ, ഭയങ്കര സ്നേഹമാണ്, എല്ലാമാണ്. നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുമുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയോടുകൂടി കടന്നു വന്നവരാണ് എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. അവർ തളർന്നു നിന്നൊരു സമയത്ത് ഭയങ്കരമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തൊക്കെ കാണും. അതൊക്കെ ഇവർ ഓർക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവർ വളരെയധികം സന്തോഷമായിട്ടും നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുമാണ് ചിന്തിക്കുന്നത്. നിങ്ങളെ ഒരുപാട് സ്നേഹവുമാണ്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നുകിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ട്. അവിടെ അവർ ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓരോന്നും ക്ലാരിഫൈ ചെയ്യും. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നും അവർ ചിന്തിക്കുന്നുണ്ട്.
ചിലർക്ക് ഒരു കേസ് അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷമേ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അവർ വിചാരിക്കുന്നു. എന്തായാലും കാർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ക്ലാരിഫൈ 4 of Wands, ക്ലാരിഫൈ 4 of Wands, ക്ലാരിഫൈ 4 of Wands. Ace of Wands, Queen of Wands and 6 of Pentacles. Ace of Wands, Queen of Wands and 6 of Pentacles. അവിടെ വളരെ പോസിറ്റിവിറ്റി തന്നെയാണ് കാണുന്നത്. നിങ്ങളെ പ്രതി ഒരു ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളെക്കുറിച്ച് ഹൈലി റെസ്പെക്റ്റോടു കൂടിയാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളായിരിക്കണം. നിങ്ങൾ ഒരുപക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരും ആയിരിക്കാം കേട്ടോ. ഇവർ നിങ്ങളെ പ്രതി അട്രാക്റ്റഡ് ആണ്. സ്നേഹത്തോടൊപ്പം തന്നെ അട്രാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുമായൊരു റൊമാൻറ്റിക് ബിഗിനിങ് ഇവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായൊരു ഗിവൺ ടേക്കിൽ, ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണം. അതായത് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഒരു സമയത്ത് ഇവർക്ക് വളരെയധികം ആവശ്യമുണ്ടായിരുന്നൊരു സമയത്ത് ഇവർക്കൊരു ഫൈനാൻഷ്യൽ ഹെൽപ്പൊക്കെ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇവർ ഒരുപാട് നന്ദിയോടെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ വെച്ചോ അങ്ങനെ എന്തെങ്കിലും, അതായത് ഫൈനാൻഷ്യൽ ഗിവൺ ടേക്ക് നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെന്താണ് കടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ സാധനം വാങ്ങിക്കുമ്പോൾ പൈസ കൊടുക്കുമല്ലോ. അതേപോലെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ട്, ലൈക്ക് നിങ്ങളെയോ നിങ്ങളുടെ കുട്ടികളെയോ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചിരിക്കാം, അവർ പൈസ തന്നിരിക്കാം, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചിരിക്കാം, നിങ്ങൾ പൈസ കൊടുത്തിരിക്കാം, അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിരിക്കാം, അതിന് വേണ്ടിയിട്ടൊരു ഫൈനാൻഷ്യൽ ഗിവൺ ടേക്ക് അവിടെ നടന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ലോൺ നിങ്ങൾ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ അവർ തന്നിരിക്കാം. അങ്ങനെ എന്തോ ഒരു ഫൈനാൻഷ്യൽ ഗിവൺ ടേക്ക് നിങ്ങളുടെ ഇടയിൽ നടന്നിരിക്കാം കേട്ടോ. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ തമ്മിൽ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ എത്തിയതാണ്. അത് നല്ല രീതിയിൽ അവരത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. 11 കാർഡാണ് അവിടെ വന്നിരിക്കുന്നത്. അതായത് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് ആ ബന്ധം എത്തണം എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ഫുൾ പോസിറ്റിവിറ്റിയാണ് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ രാശികൾ പറഞ്ഞു തരാം. വോൺസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഇത്രയുമാണ് അവിടെ വോൺസിൻ്റെ ആണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി ക്ലാരിഫൈ ദ സൺ. ക്ലാരിഫൈ ദ സൺ. ഇതിൽ പറയുന്നതെല്ലാം വൈസ് വേഴ്സയും കൂടെ എടുത്തോളണം. കാരണം ഞാൻ നിങ്ങളുടെ എനർജി കൂടെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജിയും ഇതിൽ കണക്റ്റ് ആവും. സൺ പറയുന്ന അവിടെ വീൽ ഓഫ് ഫോർച്യൂൺ, നൈറ്റ് ഓഫ് സോർട്സ്, ടെമ്പറൻസ്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവരുടെ സമയം പോലും മാറിപ്പോയി എന്നവർ ചിന്തിക്കുന്നു. അതായത് ഒരു കഷ്ടകാലത്തിലൊക്കെ അവർ നിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അവർക്കൊരു നല്ല കാലം വന്നത്, അവരുടെ ജീവിതത്തിൽ വെളിച്ചം വന്നത് എന്നവർ വിചാരിക്കുന്നു. അതുപോലെ ഇവർ ഒരുപാട് എടുത്ത് ചാടി തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇമ്പൾസീവ് ആക്ഷൻസ്, എടുത്തു ചാട്ടം കുറച്ച് കൂടുതലുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് ബാലൻസിൽ എത്തിക്കാൻ സഹായിച്ചു എന്നും അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കൺട്രോള് ചെയ്യാൻ അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. കാരണം നിങ്ങളുടെ പോസിറ്റിവിറ്റി കാരണം ഇവർ നിങ്ങൾ പറയുന്ന അനുസരിക്കും എന്നുള്ളൊരു രീതി. നിങ്ങൾ അവരെ മെൻ്റലി ഒരു ബാലൻസിൽ എത്താൻ സഹായിച്ചു അതല്ല, ഒരു ഇമോഷണലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്ന സമയത്തൊക്കെ ആയിരിക്കണം നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നത്. നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ഹീലിംഗ് പോസിബിളായി, ഒരു സമാധാനം ലൈഫിൽ കിട്ടി. അവർക്ക് വിഷമകരമായ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അവരത് മാറി ഒരു ഹീലിങ്ങിലും സമാധാനത്തിലും എത്തി, ഒരു പോസിറ്റിവിറ്റിയിലെത്തി. നിങ്ങൾ കാരണമാണ് എന്നവർ വിശ്വസിക്കുന്നു. ആ ഒരു അടുപ്പമാണ് നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കാൻ അവർക്ക് കാരണമായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ടാണ് അവരുടെ ലൈഫിൽ വന്നത് എന്ന് തന്നെ ഇവർ കുറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളോട് സ്നേഹത്തോടൊപ്പം തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ട്, ഒരു നന്ദിയും കൂടെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളവരുടെ ലൈഫിൽ
ഒരു സൂര്യനെ പോലെയാണ് എന്നവർ കരുതുന്നു. ക്ലാരിഫൈ ടു ഓഫ് വൺസ്. ഇവരെ കൺഫ്യൂസ്ഡ് ആൾക്കാരാണ് ഈ ഗ്രൂപ്പുകാർ. അവിടെ ഇത് രാശി പറഞ്ഞില്ല അല്ലേ? അവിടെ ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ്, ധനുരാശി, വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് എല്ലാ രാശിയും തന്നെ അവിടെ വരും. എന്നാലും കൂടുതലായിട്ട് കണക്റ്റ് ആയത് പറയാം. സ്പോട്സ് വെച്ചിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, എന്താണ് തുലാം, മിഥുനം, കുംഭം. സൺ വെച്ചിട്ട് ചിങ്ങം, ലിയോ രാശി. ക്ലാരിഫൈ ടു ഓഫ് വൺസ് വെച്ചിട്ട് ഒന്നുകിൽ അവർ ദൂരദേശത്താണ്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ ഒരു സ്ലോയിങ് ഡൗൺ എനർജിയാണ് കേട്ടോ. ഒന്നാമത് ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇത് ജോലി സംബന്ധമായിട്ടൊക്കെ ഇവർ ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം. അവിടെ ഇവർ കുറച്ച് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സ്വന്തം കാര്യം, സെൽഫിഷ്നെസ് എന്നൊക്കെ പറയില്ലേ, സ്വന്തം കാര്യത്തിലേക്ക് തന്നിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ജോലി, പൈസ സമ്പാദിക്കൽ, സേവിങ്സ്, സ്വന്തം കാര്യം ശ്രദ്ധിക്കൽ, അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അവിടെ നിങ്ങളോടുള്ള എനർജി കുറച്ച് സ്ലോ ഡൗൺ ആവുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ പെൻറ്റക്കിൾസ് ആണ്. പെൻറ്റക്കിൾസ് വരുമ്പോൾ ഫൈനാൻഷ്യലി മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള രീതിയാണ് അവിടെ വരുന്നത്. ലോങ് ഡിസ്റ്റൻസും ആണ്, അതേസമയം തേർഡ് പാർട്ടി സിറ്റുവേഷനും അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയും, ഇവിടെ ഇവരെ നിങ്ങളുമായിട്ട് അടുപ്പം സ്ഥാപിച്ചത് ഒരു പക്ഷേ ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെയുള്ള റിലേഷൻസും ഉണ്ട്. ഇവർ നിങ്ങളുടെ അടുത്ത് എന്ത് സ്നേഹം കൂടി വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവർ എന്തു ചെയ്യും? പൈസ ചോദിക്കും. കടം വാങ്ങിക്കേണ്ട സമയം, പൈസ ആവശ്യമുള്ള സമയത്തായിരിക്കും ഇവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതും ഒക്കെ. പൈസ കാര്യം നടന്നു കഴിയുമ്പോൾ, അതായത് പൈസ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ കുറേ നാൾ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ മനുഷ്യർ. ഓക്കെ, അത് ജെനുവിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേസ് ബൈ കേസ് ബേസിസ് ആണ്. ആർക്കാണ് ഇത് കണക്റ്റ് ആയതെന്നുള്ള അവരവർക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയുള്ള ആളാണ് നിങ്ങളുടെ പാർട്ട്ണർ എങ്കിൽ ഇദ്ദേഹത്തെ സൂക്ഷിക്കുക കേട്ടോ. ആൽഫബറ്റ്സിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. Ace of Pentacles, clarify Ace of Pentacles, clarify Ace of Pentacles, clarify Ace of Pentacles. എന്താണോ കാർഡ്സ് കാണിക്കുന്നത് അത് നമുക്ക് പറയാതെ തരവില്ല കേട്ടോ. ഞാനത് മറച്ചു വെച്ച് പറഞ്ഞാൽ അത് തെറ്റായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്ലാരിഫൈ Ace of Pentacles, clarify Ace of Pentacles. 3 of Swords, okay. Star, and 5 of Cups. ഇവിടെ 3 of Swords വന്നത് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതൊരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളൊരു സെപ്പറേഷനിലായിരുന്നിരിക്കും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം തന്നെയാണ് അവിടെ സെപ്പറേഷൻ വന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്പൗസ് മാത്രം ആവണമെന്നില്ല, അല്ലെങ്കിൽ റൊമാൻറ്റിക് പാർട്ട്ണർ മാത്രം ആവണമെന്നില്ല അവിടെ തേർഡ് പാർട്ടി. പാരൻസ്, തൊഴിൽ, അങ്ങനെയെല്ലാം ഒരു തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങളുടെ റിലേഷന് തടസ്സമായി നിൽക്കുന്നത് എന്താണോ അതാണ് നമുക്ക് തേർഡ് പാർട്ടി കേട്ടോ. ഞാൻ കരിയർ പോലും ഞാൻ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് പറയാറുണ്ട്. അത് കറക്റ്റായിട്ട് വരാറുമുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞു പോയ കേസിൽ ഫൈനാൻസസ് ആണ് അവിടെ, പൈസ മാത്രമാണ് അവിടെ അവരുടെ ഫോക്കസ്. അപ്പോൾ അതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം പാരൻ്റൽ എതിർപ്പായിരിക്കാം, അങ്ങനെ എന്തോ ആയിരിക്കാം. നിങ്ങളൊന്ന് പിരിഞ്ഞ് നിൽക്കുകയായിരുന്നു, നിങ്ങൾ പ്രോപ്പർ ബ്രേക്കപ്പ് ആയിപ്പോയി. റീസൺ പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ നിങ്ങളെ വിട്ട് തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ പോയിട്ടുണ്ടാവും. അവിടെ ഇവർ ഫുൾ പോസിറ്റിവിറ്റിയോടുകൂടി ഇവർ റിയലൈസ് ചെയ്തു. നിങ്ങളെ വിട്ടു പോയതിന് ശേഷം എന്തായെന്ന് വെച്ചാൽ ഇവർക്കങ്ങ് ഒറ്റപ്പെടലായി. ലൈഫിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായി. ആരുടെടുത്തും പോകാനില്ല. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു എന്നുള്ളത്. നിങ്ങളെ വിട്ടു പോയതിന് ശേഷമാണ് ഇവർ മനസ്സിലാക്കിയത്. ഇവർക്ക് റിയലൈസേഷൻ ഉണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്.
ഇവരുടെ സൈഡിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് ഒക്കെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഈ കേസിൽ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. ഇവരേതെങ്കിലും രീതിയിൽ എൻ്റെ വ്യൂവേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുമോ? ഈ ഗ്രൂപ്പുകാരെ എൻ്റെ വ്യൂവേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 2 ഓഫ് കപ്സ് അവർ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ അങ്ങ് ഒറ്റപ്പെട്ട് പോയി. വലിയ ധൈര്യത്തിൽ നിങ്ങളെ വിട്ടു പോവുകയും ചെയ്തു. വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ പോയ അവിടെ ഇവർ തീർത്തും ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലായി. അപ്പോൾ അവർ വീണ്ടും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റീയൂണിയനിലേക്ക് വരണോ വേണ്ടോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഓക്കെ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അക്വേറിയസ്, കുംഭരാശി വളരെ കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, വിർഗോ, കന്നി രാശി. ഇത് ഇത്രയും കണക്റ്റ് ആയിട്ടുണ്ട് അവിടെ. ക്ലാരിഫൈ ലവേഴ്സ്, ക്ലാരിഫൈ ലവേഴ്സ്, ക്ലാരിഫൈ ലവേഴ്സ്. The moon. Okay. 4 of cups and the magician. ഓക്കെ. ഇവർ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ മിസ്സിങ് എനർജിയാണ്. ദൂരെയാണോ? നിങ്ങളുമായിട്ട് ദൂരെ ആയിരിക്കണം. എന്തോ കാരണവശാൽ ഇവർ ദൂരെയാണ്. നിങ്ങളെ ദൂരെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് സ്നേഹമാണ്. നിങ്ങളെ മിസ്സിങ് എനർജിയിലാണ്. ഭയങ്കരമായിട്ട് മിസ്സിങ് എനർജി തോന്നുന്നു. നിങ്ങളെ കാണണം എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളെ പറ്റി തന്നെ ദൂരെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഭയങ്കര സ്ട്രോങ് ഫീലിങ്സ് ആണ്. സ്ട്രോങ് ഫീലിങ്സ് ഉള്ളപ്പോഴാണ് കണ്ടിന്യൂസ് തോട്ട്സും മിസ്സിങ് എനർജിയും വരുന്നത്. മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ലവേഴ്സ്, ജെമിനി, മിഥുന രാശി, ടോറസ്, ഇടവ രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, മീനരാശി കുറച്ച് കൂടുതലായിട്ട്. അവിടെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ക്ലാരിഫൈ 8 of swords, clarify 8 of swords, clarify 8 of swords, clarify 8 of swords. 3 of pentacles. Okay. 3 of wands. 3 വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു. ഹൈ പ്രീസ്റ്റസ്. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് വെരി സ്ട്രോങ്. അത് തേർഡ് പാർട്ടി ഇവരുടെ മദർ ആവാനും സാധ്യതയുണ്ട് കേട്ടോ. ഇത് മാരീഡ് കപ്പിളായിരിക്കാം, അല്ലാതായിരിക്കാം. ഏത് രീതിയിലായാലും. അല്ല, നിങ്ങൾ ലവേഴ്സാണ്, നിങ്ങളുടെ ഇടയിൽ തടസ്സം നിൽക്കുന്നത് ഇവരുടെ അമ്മയായിരിക്കും. അമ്മയ്ക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഇവർ മിണ്ടാതിരിക്കുന്നു എന്നുള്ള രീതിയാണ്. സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിൽ ഇവർ ഇരിക്കുന്നതായിട്ടാണ് കാണുന്ന. വെരി സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ലോങ് ഡിസ്റ്റൻസും ആയിരിക്കാൻ സാധ്യതയുണ്ട്. പ്രബലമായിട്ട് ഇവരുടെ അമ്മയുടെ എതിർപ്പ് തന്നെയാണ് കാണുന്നത് ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട്. അവിടെ അമ്മയുടെ എതിർപ്പ് മൂലം ഇവർ അമ്മയുടെ എതിർപ്പ് അല്ലെങ്കിൽ അമ്മ പറഞ്ഞു കൊടുത്ത വാല്യൂസ്, അതായത് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചില വാല്യൂസ് നമ്മുടെ അമ്മമാർ തരുമല്ലോ. ആ ഒരു ബിലീവ്സും ഒക്കെ ഒരു റെസ്ട്രിക്ഷനായിട്ട് അവിടെ വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ. വെരി സ്ട്രോങ് എതിർപ്പാണ് ഈ അമ്മയുടെ ഭാഗത്തു നിന്നും ഉള്ളതായിട്ട് കാണുന്നത്. ഇവിടെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, പൈസസ്, മീനരാശി വളരെ കൂടുതലായിട്ട് കാണുന്നു. ഓക്കെ. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. വേറെ ഒരു രീതിയിലും ഇവിടെ ചിന്തിക്കാം. പക്ഷെ കൂടുതലായും പ്രബലമായിട്ട് ഞാൻ അമ്മ എന്ന് തന്നെ പറയും. അല്ലെങ്കിൽ ഇവരുടെ സ്പൗസ് നിങ്ങളുമായൊരു റിലേഷൻഷിപ്പിൽ വന്നാൽ ഇവരുടെ ഭാര്യ, സ്പെസിഫിക്കലി ഇത് പുരുഷന്മാർക്ക് ആണ് കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. ഇവരുടെ ഭാര്യ വിവരം അറിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ള രീതിയിൽ ഇവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതും ആവാം കേട്ടോ. അങ്ങനെയും വരാം. ഇവിടെ 2 സിനാറിയോ നമുക്ക് എടുക്കാൻ സാധിക്കും അവിടെ.
ഇപ്പോൾ പെട്ടെന്ന് എനിക്കതൊന്ന് ചാനലായതാണ്. ഞാൻ അടുത്ത കാർഡ് ഷഫിൾ ചെയ്യാൻ വേണ്ടി കയ്യിലെടുത്തു. അപ്പോൾ ഇതൊരു ചാനലായതാണ്. ചിലർക്കെങ്കിലും ഇത് റെസനേറ്റ് ആവാതിരിക്കില്ല. നിങ്ങൾ പുരുഷനാണ്, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പുരുഷനാണ്, മാരീഡ് ആണെങ്കിൽ അവിടെ ഇവർ പേടിക്കുന്നുണ്ട്. ഇവരുടെ സ്പൗസ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഒന്ന് സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. അങ്ങനെയും ആവാം. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. Emperor, 9 of Wands, Queen of Pentacles. ഓക്കെ, അവിടെ ഇവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ കേസാണ് ഒരു പ്രോബ്ലമായിട്ട് കിടക്കുന്നത് കേട്ടോ. പലർക്കും കേസ് നടക്കുന്നുണ്ട്. അവിടെ ഇവർ കുറച്ച് പ്രാക്ടിക്കലി ചിന്തിച്ചേ മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഫൈനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് അവിടെ വരുന്നുണ്ട്. അതായത് ഒരു സെറ്റിൽമെൻറ്റൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫൈനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. ഇവർ അതിനെക്കുറിച്ച് കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഇപ്പോൾ പുറത്ത് വന്നാൽ അവിടെ ഇഷ്യൂസ് ഉണ്ടാവും കേസിൽ. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ തോന്നുന്നുണ്ടാവും ഇവരുടെ ഈഗോ മൂലം ഇവർ വിട്ടു നിൽക്കുകയാണോ, നിങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അവർ അവിടെ കുറച്ച് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷൻ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും ഫൈനാൻഷ്യൽ ഇഷ്യൂസിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ ഇവർക്ക് ഈ കേസ് നടക്കുമ്പോഴത്തേക്ക് സെറ്റിൽമെൻറ്റിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. അതിലൊക്കെ ഇവർ കുറച്ച് ബിസിയാണ് എന്നാണ് കാണുന്നത്. അതിനെക്കുറിച്ച് ബോധറേഷനായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് ഇടപഴകുന്നുണ്ടാവുക. അത് ഈ കേസിൻ്റെ പ്രശ്നം കാരണമാണ്. ഓക്കെ, അവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള റീഡിങ്. അപ്പോൾ ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേര് GHIJKL ആൽഫബറ്റ്സിൽ തുടങ്ങുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരുണ്ട് ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണെങ്കിൽ അവരുടെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. GHIJKL ആൽഫബറ്റ്സിൽ തുടങ്ങുന്ന വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഓണസ്റ്റ് ട്രൂ കറണ്ട് ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിനായിട്ടുള്ള എന്താണ്. കാർഡ്സൊക്കെ ചാടി തെറിച്ചൊക്കെ പോകുന്നു, എടുക്കാതെ. ഏസ് ഓഫ് കപ്സ് ആണ് ആദ്യം വീണത് കേട്ടോ. അജിറ്റേറ്റഡ് ആണ്, എക്സൈറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. വെയിറ്റ് ചെയ്യൂ. ഈ രണ്ട് കാർഡ് താഴേക്ക് വീണതാണ്. എംപറസ്, പേജ് ഓഫ് സ്വാർഡ്സ്. അത് എടുക്കാം നമുക്ക്, അത് തീർച്ചയായിട്ടും എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് താഴേക്ക് പോയത് കേട്ടോ. ക്ലാരിഫൈ ആണോ? Give me some more cards, divine. Current honest true feelings of my viewers person for them. Seven of Wands. Okay. 9 of Pentacles. Star. Bottom of the deck is Strength. ഒരുപാട് സ്നേഹമാണ്. ഏസ് ഓഫ് കപ്സ് വരുമ്പോൾ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. വളരെയധികം സ്നേഹം ഫീൽ ചെയ്യുന്നു നിങ്ങളോട്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് സാന്നിധ്യമാണ് എന്ന് അവർ കരുതുന്നുണ്ട്. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. ബാക്കി നമുക്ക് കാർഡ്സ് പറയുമ്പോൾ പറയാം. പേജ് ഓഫ് സോർട്സ് വെച്ചിട്ട് ചെറിയ ഓവർ തിങ്കിങ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ പലരും സ്റ്റുഡൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഒരു സാബട്ടാജ്, ചിലർക്കെങ്കിലും ഒരു സാബട്ടാജ് എനർജി, ഒരു ബ്ലോക്കേജ്, ഒരു മെസ്സേജ് അയക്കാതിരിക്കൽ, അങ്ങനെയൊക്കെ മിസ്കമ്മ്യൂണിക്കേഷൻ ഒക്കെ കാണുന്നുണ്ട്. സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കും പോലെ. അതേപോലെ ചിലർ കുറച്ച് സെൽഫ് കെയറിലും സെൽഫ് കോൺഫിഡൻസിലും സെൽഫ് ഹീലിങ്ങിലും ഒക്കെ ഫോക്കസ് ചെയ്യുന്നതായിട്ടും കാണുന്നു. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നവർ കരുതുന്നു. ചിലർക്ക് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. ക്ലാരിഫൈ ചെയ്ത് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും.
Clarify Ace of Cups. Clarify Ace of Cups. Clarify Ace of Cups. Lovers. Four of Cups. Judgment. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ മിക്കവാറും ഒരു സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഏസ് ഓഫ് കപ്സ്, ലവേഴ്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ഒരുമിച്ച് വരുന്നതോടെ അവർക്കൊരു സോൾ കണക്ഷനൊക്കെ ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളുമായിട്ട്. ഹൈലി മിസ്സിങ് എനർജിയാണ്. നിങ്ങൾ ഒരുമിച്ചൊക്കെ ആണെങ്കിലും നിങ്ങൾ കുറച്ച് നേരം പോലും കാണാതിരിക്കാൻ ഇവർക്ക് സാധിക്കില്ല. അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് അവിടെ കാണുന്നത്. ഒരു ആത്മബന്ധം പെട്ടെന്ന് തോന്നില്ലേ ചിലരോട്, അങ്ങനത്തെ ഒരു ബന്ധമാണ് നിങ്ങളോട് ഇവർക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെ ജഡ്ജ്മെൻറ്റ് വെച്ച് ലിബ്ര, തുലാരാശി, ജെമിനൈ, മിഥുന രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. വീണ്ടും കപ്സ് തന്നെയാണ്, കർക്കിടകം, വൃശ്ചികം, മീനം. ക്ലാരിഫൈ എംപ്രസ്. Clarify Empress. Clarify Empress. Justice. Four of Wands. Hierophant. Okay. നിങ്ങളുടെ പേഴ്സൺ അറ്റ് പ്രസൻറ്റ് മാരീഡ് ആയിരിക്കണം അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിരിക്കണം. പക്ഷേ അവിടെ ഒരു കേസ് നടക്കുന്നുണ്ട്, സെപ്പറേഷൻ കേസ് അവിടെ നടക്കുന്നുണ്ട്. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ല. നിങ്ങൾ കൊടുക്കുന്ന കെയർ, സ്നേഹം എല്ലാം അവർ വളരെയധികം ചെറിഷ് ചെയ്യുന്നു. ഒരുപാട് ഹൃദയത്തോട് അടക്കി പിടിക്കുന്നു കേട്ടോ നിങ്ങളുടെ ഓർമ്മകളെ, നിങ്ങളുടെ സ്നേഹത്തിനെ. ഓക്കെ, അറ്റ് പ്രസൻറ്റ് ഇവർ മാരീഡാണ് കേട്ടോ. പക്ഷേ സെപ്പറേഷനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു യൂണിയൻ അവിടെ പോസിബിൾ ആവുന്നതായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിട്ടും കാണുന്നു. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണമെന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇടവ രാശിക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. തുലാരാശി, ലിബ്ര അവരുണ്ട്. അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം തന്നെ അത് കുറവാണ്. ടോറസ് ആണ് ഏറ്റവും കൂടുതൽ. ഇവിടെ ഇടവരാശിക്കാരെ ഏറ്റവും കൂടുതൽ. ഇവിടെ ഒരു പ്രപ്പോസലൊക്കെ ഉണ്ടെങ്കിൽ പ്രപ്പോസൽ അക്സെപ്റ്റൻസ് വരുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതായിട്ടും കാരണം. നിങ്ങൾ മാരീഡ് അല്ല എന്നുള്ള സ്ഥിതിയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഒരു പ്രപ്പോസലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കമ്മിറ്റ്മെൻറ്റിൽ എത്തുന്നതായിട്ടും നിങ്ങളുടെ വിവാഹം കഴിയുന്നതായിട്ടും കാണുന്നു. ഓക്കെ, നിങ്ങളുടെ സ്റ്റാറ്റസ് സിംഗിളിൽ നിന്നും മാരീഡിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ക്ലാരിഫൈ Page of Swords. Clarify Page of Swords. Nine of Wands. Overthinking on. Page of Wands. Eight of Wands. ഇവിടെ വോൺസ് ആണ് ഏറ്റവും കൂടുതൽ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അതായത് ഇവർ മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ച് ഓവർ തിങ്കിങ്ങിലാണ്, അയക്കുന്നില്ല. എന്നാൽ ഓൺലൈൻ നിങ്ങളുടെ സകല ആക്ടിവിറ്റീസ് ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും നാൾ സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. എന്താണ് റീസൺ? വൈ were they restricting themselves from communicating? Why were they restricting themselves from communicating, divine? ഒരു ടവർ മൂവ്മെൻ്റ് ആയിരുന്നു. അവർ മനഃപൂർവ്വം അയക്കാതിരിക്കുകയായിരുന്നു മെസ്സേജ്. പല സിറ്റുവേഷൻസിൽ പെട്ടിട്ട് അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നെങ്കിൽ ആ ടവർ മൂവ്മെൻറ്റ് മാറിയിട്ട് അവിടെ നിങ്ങളുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അയക്കണ്ട എന്ന് വിചാരിച്ച്. അയക്കണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ട്, പക്ഷേ അവർ സ്വയം സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു, വേണ്ട എന്നുള്ള രീതിയിൽ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, ഫോഴ്സ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നെങ്കിൽ അവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ട്, ഒരു കോൾ, മെസ്സേജ് അല്ലെങ്കിൽ നേരിട്ട് ഇവർ വന്ന് നിങ്ങളെ കാണുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ 7 of Wands. ചിലപ്പോൾ നമുക്ക് കാരണം അറിയാതെ ഒരു ബ്ലോക്കേജ് വരില്ലേ.
ഇവരൊരു റീസണും പറഞ്ഞ് കാണില്ല അത് എന്തുകൊണ്ടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതെന്നൊക്കെ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ. 7 of Wands, 9 of Swords, ഓക്കെ, 10 of Cups. അങ്ങനെ ഒരു ക്ലിയർ റീസൺ കിട്ടിയാൽ നമുക്ക് ഇന്നതാണ് എന്ന് മനസ്സിലാവും. 4 of Swords, ഇവിടെ ഫാമിലിയാണ് പ്രയോറിറ്റി. ഓക്കെ, ഇവർക്ക് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അവർ വെയിറ്റേജ് കൊടുക്കുന്നത് അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഇവർ സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും കാണുന്നു. അതിനെക്കുറിച്ച് സ്ട്രെസ് എടുക്കുന്നതായിട്ട് ഇവർക്ക് ഉറക്കമൊന്നുമില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്, പക്ഷേ അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യാണ് അവരുടെ ഫാമിലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് കാരണം. ഓക്കെ, അതുകൊണ്ട് ഉറക്കമില്ലായ്മയുണ്ട്, സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇവരുടെ ഹെൽത്തും എഫക്റ്റായി കാണും, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ഫാമിലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മൂലം സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആയിരിക്കും ഈ കേസിൽ. അതുകൊണ്ട് അവർക്ക് കുട്ടികളെ വിട്ട് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയിൽ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ. 9 of Pentacles, clarify 9 of Pentacles, clarify 9 of Pentacles. King of Wands, Wheel of Fortune, Ace of Pentacles, ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, അവർ ജോലി ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് വെയിറ്റ് ഇരുന്നിരിക്കുകയായിരിക്കണം. അല്ലെങ്കിൽ ഇവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്ന് മാറിയിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം, നിങ്ങളുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നവരാണെങ്കിൽ അവിടെ സമയം മാറിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരിൽ എനിക്ക് തോന്നുന്നു ഫൈനാൻസസിൻ്റെ കാര്യം ക്ലിയർ ആയി കാണാം. പുതിയ ജോലിയൊക്കെ കിട്ടിയതായിട്ട് കാണുന്നു. അവർ കുറച്ച് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവരുടെ ഭാഗ്യം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാം എന്ന് ആലോചിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വെച്ച് എല്ലാ രാശിയും തന്നെ വരും നമുക്ക്. എന്നാലും ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. വാൻസ് വന്നിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്ലാരിഫൈ ദ സ്റ്റാർ, ക്ലാരിഫൈ ദ സ്റ്റാർ, clarify the star. Queen of Cups, emotions, Chariot, and King of Pentacles. അവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്താണ് അവിടെ? കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 2 of Cups. അതായത് ഇവർ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരൊരു വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഒരു പോസ്റ്റിലിരിക്കുന്ന ആളാണ് കേട്ടോ. വളരെ റെസ്പോൺസിബിളായിട്ട് അതായത് 10 പേരെ ഉപദേശിക്കാനും അവരെ കൺട്രോൾ ചെയ്യാനും എല്ലാം കഴിവുള്ള ഒരു ജോബിലിരിക്കുന്ന ഒരാളാണ്. ആ ജോബ് ഒരു റെസ്ട്രിക്ഷൻ ആയിരുന്നു ഇവർക്ക് നിങ്ങളുമായിട്ട് ഒരു റിലേഷനിൽ വരാൻ. പക്ഷെ ഇവർ ഹൈലി ഇമോഷണലാണ് നിങ്ങളെ പറ്റി എന്ന് കാണുന്നു. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ വന്നതിന് ശേഷം ഇവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഹൈലി ഇമോഷണലാണ് നിങ്ങളെ പറ്റിയിട്ട് കേട്ടോ. മാനസികമായിട്ട് വല്ലാത്തൊരടുപ്പം ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ ജോലിയാണ് ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ജോലിയിൽ ഇരുന്നുകൊണ്ട് ഇവിടെ ഒരു റിലേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു രീതിയിൽ പ്രോബബ്ലി അവർ മാരീഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ? ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ടോ? റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ കാണുന്നത്. ആ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് ഇവർ അതിലിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ വളരെ പ്രബലമായിട്ടുള്ള ജോലിയിലൊക്കെ ഉള്ളവരായിരിക്കണം, ഒരു പബ്ലിക് ഫിഗറൊക്കെ ആയിരിക്കണം. 10 പേർക്ക് ഇവരെ അറിയാം. അപ്പോൾ ഒരു സോഷ്യൽ ഇമേജ്, ഒരു സ്റ്റാറ്റസ്, അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പുറത്തറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു ചിന്തകളൊക്കെ ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ടായിരുന്നെങ്കിൽ ഇവർ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം 2 of Cups, ഒന്നുകിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് തമ്മിൽ കാണണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാര്യം എന്തൊക്കെ ഡിസ്ഗൈസ് ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. ഈക്വൽ സ്നേഹത്തിൻ്റെ കാർഡാണ് 2 of Cups എന്ന് പറയുന്നത്.
ഇവർക്ക് നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ വളരെ അതിതീവ്രമായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോം ധരിക്കുന്ന ജോബിലുള്ള ആളുമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പൈസ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടൻറ്റ്, അങ്ങനെ കാഷ്യർ, അക്കൗണ്ടൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പൈസ ഒരു കട നടത്തുന്ന ഒരാളായിരിക്കാം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പെൻഡക്കിൾസ് വരുന്ന അവിടെ എന്തൊക്കെ സിനാറിയോ ഉണ്ടാവും എന്നുള്ളത്. അതായത് കാശ് കൈമാറ്റം നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൈമാറ്റം നടക്കുന്നുണ്ട്. അവിടെ പല പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങളെ കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം, വളരെ സ്നേഹത്തോടെ സംസാരിക്കണം എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട്. ഒരു റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, അതേപോലെ ക്യാൻസർ, കർക്കിടക രാശി ഒരുപാട് കൂടുതലായിട്ടുണ്ട്. അക്വേറിയസ്, കുംഭരാശിയും കൂടുതലായിട്ടുണ്ട്. ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്. സിക്സ് ഓഫ് കപ്സ്, ഓക്കെ, ഹെർമിറ്റ്, സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഇതെന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഒരുപാട് ഓർമ്മകളിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അത് ക്ഷമയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും തനിയെ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് അവർക്ക്. കാരണം മനസ്സിൽ നിങ്ങളുടെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാരിഫൈ. ഹെർമിറ്റ്, വൈ ആർ ദേ ലോൺലി? ലോങ് ഡിസ്റ്റൻസ് ആണ്, വേൾഡ് കാർഡാണ് വന്നത്. ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇവർ വിചാരിച്ചാലും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവിടെ ഇവർ നിങ്ങളുടെ ഓർമ്മകളിൽ പെട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ വന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സാധിക്കുന്നില്ല, കാരണം ലോങ് ഡിസ്റ്റൻസ് മൂലം. അതുകൊണ്ട് നിങ്ങളൊരു മിസ്സിങ് എനർജിയിൽ, കാരണം ക്ഷമ പാലിച്ചേ മതിയാകൂ ഇവർക്ക് ആ സിറ്റുവേഷനിൽ. ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ, പിന്നീട് ട്രാവൽ ചെയ്ത് മാത്രമേ നിങ്ങളെ വന്ന് കണ്ട് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം വരുന്നുള്ളൂ. നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യണം എന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു സഹായം ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതും കാണുന്നുണ്ട് അവിടെ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിയോ, ചിങ്ങരാശിയും കുറച്ച് കൂടുതലായിട്ട് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക്. ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ഇനി അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOP തുടങ്ങുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOP തുടങ്ങുന്നതാണ്. ഇവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOP തുടങ്ങുന്നതാണ്. ഇവരുടെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? എൻ്റെ വ്യൂവേഴ്സിനുള്ള കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് അവരുടെ പേഴ്സൻ്റെ ഭാഗത്തിൽ നിന്ന് MNOP തുടങ്ങുന്നതാണ് അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. എടുക്കുകയാണേ. 3 of Wands, Moon, okay. 4 of Cups, ഭയങ്കര മിസ്സിങ് എനർജി ആണല്ലോ. High Priestess, okay. 8 of Wands, Lovers, 7 of Wands. എനിക്ക് ഇത് എടുത്തപ്പോൾ അതിഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു. സ്ട്രെസ്സല്ല, വല്ലാത്തൊരു മിസ്സിങ് എനർജിയിൽ നിങ്ങളെ പേഴ്സൺ ഇരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് വരണം. കാരണം ഇവർക്ക് ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. അവരൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീല് ചെയ്യുകയാണ്. അവർ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയല്ല, നിങ്ങളെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീല് ചെയ്യുകയാണ്. നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു വല്ലാത്തൊരു മിസ്സിങ് എനർജിയും നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ലോങ് ഡിസ്റ്റൻസിലായിരിക്കാനും സാധ്യതയുണ്ട്.
ഭയങ്കര മിസ്സിങ് എനർജിയാണ്. 3 വെച്ചിട്ട് ഒരു മിസ്സിങ് എനർജിയോടൊപ്പം തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഇവർക്ക് നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയം ഉള്ളതുപോലെ തോന്നുന്നു. ഹൈ പ്രിസ്റ്റസ് വെച്ചിട്ട് ഒന്നുകിൽ ഇവരുടെ മദറിനെ പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സ്പൗസ് ഇത് അറിയും എന്ന് ഇവർ പേടിക്കുന്നു. അതുമല്ലെങ്കിൽ ഇവർ ടാരോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരുമാണ്. ടാരോ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ക്ലാരിഫൈ. 3 ഓഫ് വാൻഡ്സ്. ഭയങ്കര മിസ്സിങ് തോന്നുക, ഭയങ്കര മിസ്സിങ്. മനസ്സ് എന്തോ പോലെയായി എനിക്ക്. ക്ലാരിഫൈ. 3 of wands. Clarify 3 of wands. Clarify 3 of wands. Emperor. 2 of Pentacles. Page of Pentacles. ഇവിടെ ലോങ് ഡിസ്റ്റൻസും ആണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി ഇവരുടെ ഫാദർ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഫാദർ അല്ലെങ്കിൽ ഫാദറിനെ പോലെ ഇവർ കരുതുന്ന ആരോ, അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഈഗോ ഇഷ്യൂ ആയിരിക്കാനും സാധ്യതയുണ്ട്. അതേപോലെ പ്രാക്ടിക്കാലിറ്റി, ഒരു ഓവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ല. ചിലപ്പോൾ സ്വയം റെസ്ട്രിക്റ്റഡ് ആവുന്നതാണ്. കാരണം സോഷ്യൽ സ്റ്റാറ്റസ്, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അവരുടെ ജോലിയിൽ അവരുടെ സ്ഥാനം, അതൊക്കെ ഇവരെ വല്ലാതെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ലോങ് ഡിസ്റ്റൻസും ഉണ്ട് കേട്ടോ. അറ്റ് പ്രസൻറ്റ് ലോങ് ഡിസ്റ്റൻസും ഉണ്ട്. ഓവർ പ്രാക്ടിക്കൽ തിങ്കിങ് ആണ് അവിടെ. അങ്ങനെ വരുമ്പോൾ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ പെടുന്നതായിട്ട്, കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്നതായിട്ട്, ഒരു പക്ഷേ ഇവർ പ്രബലമായൊരു ജോലിയിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം. അതായത് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലുള്ള. അപ്പം 4 പേർക്ക് ഇവരെ അറിയാം. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ വിട്ടുകൊടുക്കാനുള്ള ഒരു മടി, അതൊരു ജഗ്ലിങ്ങിൽ ഇവർ ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളതായിട്ടും കാണുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവർ നിങ്ങളുടെ സ്റ്റാറ്റസ്, DP, വാട്സാപ്പ്, വാട്ടെവർ സോഷ്യൽ മീഡിയ എല്ലാം കണക്റ്റഡ് ആയിട്ട് ഇവർ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസ് ഇവരുടെ കൈവശം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെച്ച് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പഴയ മെസ്സേജസ് എടുത്ത് നോക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഒരു പ്രാക്ടിക്കാലിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ഒരു ആക്ഷനും എടുക്കാതെ താഴ്ന്നു തരാൻ ഇവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്നുള്ളൊരു രീതി. ഭയങ്കര ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഇത്രയ്ക്കൊക്കെ ജഗിൾ ചെയ്യേണ്ട ആവശ്യം എന്താണ് അല്ലേ? ഏരീസ് മേടരാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഈ രാശികൾ പറയുമ്പോൾ ഈ രാശികൾ മാത്രമല്ല ഇവിടെ കണക്റ്റ് ആവുന്നത്, കൂടുതലായിട്ടും ഈ രാശികൾ കണക്റ്റ് ആവുന്നു എന്നേ അവിടെ അർത്ഥമുള്ളൂ കേട്ടോ. മറ്റു രാശിക്കാർക്ക് ഉള്ളതല്ലാന്നില്ല ഇത്. ക്ലാരിഫൈ ദ മൂൺ. ക്ലാരിഫൈ ദ മൂൺ. ഓവർ മിസ്സിങ് എനർജി, ഇൻസെക്യൂരിറ്റി എല്ലാം ഫീൽ ചെയ്യുന്നു. എനിക്ക് വല്ലാത്തൊരു എനിക്ക് എഫക്റ്റഡ് ആവുന്ന പോലെ തോന്നാം. ഒന്നുകൂടെ ഷഫിൾ ചെയ്യട്ടെ. ക്ലാരിഫൈ ദ മൂൺ. ക്ലാരിഫൈ ദ മൂൺ. ഡീപ് ബ്രീത്ത് എടുത്തു. സ്ട്രെങ്ത്, ഡെത്ത്, കിങ് ഓഫ് വാൻസ്. അതിഭയങ്കരമായ അട്രാക്ഷൻ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. സ്നേഹം ഭയങ്കരമായിട്ട്, അട്രാക്ഷൻ ഭയങ്കരമായിട്ട്. നിങ്ങളെ സ്നേഹമാണ് ബേസിക്കലി. അതുകൊണ്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റിയും എന്താ പറയുക, മിസ്സിങ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ക്ഷമയോടെ മാത്രമേ കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായൊരു പുതിയ ബിഗിനിങ് വേണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് അവിടെ മിസ്സിങ് വന്നത് ഡിവൈൻ? എന്തുകൊണ്ടാണ് അവിടെ ഒരു മിസ്സിങ് എനർജി വന്നത്? വൈ ആർ ദേ മിസ്സിങ് മൈ വ്യൂവേഴ്സ്? വൈ ആർ ദേ മിസ്സിങ് മൈ വ്യൂവേഴ്സ്? അവിടെ ഫാമിലി ഉണ്ട് കേട്ടോ. ഒരു ഫാമിലി സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ. അൺഫോർച്ചുനേറ്റ്ലി ദർ ഇസ് എ ഫാമിലി ഇവിടെ ഏത് തരം ഫാമിലിയും ആവാം. ഇവിടെ പാരൻ്റൽ ഇഷ്യൂ ആവാം, പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് മൂലമുള്ള തടസ്സമാവാം, അല്ലെങ്കിൽ ഇവർക്ക് ഒരു സ്പൗസ് ഉണ്ട്. ആ രീതിയിലുള്ള ഒരു ഫാമിലി, മാരീഡ് ലൈഫ് എഫക്റ്റഡ് ആവുന്നതായിട്ട്
കാണുന്നു. അവിടെ ഇവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യണം. കാരണം ഒരുപാട് ക്ഷമയോടെ മാത്രമേ ഇവിടെ ഒരു പുതിയ തുടക്കമൊക്കെ പോസിബിൾ ആവുള്ളൂ അല്ലേ. പക്ഷെ നിങ്ങളായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്, സ്നേഹമുണ്ട്. ഓക്കെ, അവിടെ അതുകൊണ്ടാണ് അവിടെ ഭയങ്കരമായിട്ടൊരു മിസ്സിങ് എനർജി ഇവർക്ക് വരുന്നത്. ഓക്കെ, ഒരുപാട് ക്ഷമ വേണം അല്ലേ. അവിടെ ഒരു ഫാമിലി ഉള്ളപ്പോൾ ഒരുപാട് ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിയോ ചിങ്ങ രാശി, ഡെത്ത് വെച്ച് സ്കോർപ്പിയോ വൃശ്ചിക രാശി, വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, പൈസസ്, മീന രാശി. ക്ലാരിഫൈ 4 of cups, clarify 4 of cups, clarify 4 of cups, clarify 4 of cups. 2 of cups മിസ്സിംഗ് ആണ്. they want to come to you എന്നാണ് കാണുന്നത്. ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. സൺ കാർഡ് വന്നിരിക്കുന്നു. അവിടെ ഒരു പ്രപ്പോസൽ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. 6 of wands ആണ്. ഓക്കെ, ഒരു റീയൂണിയനിൽ വരുന്നതായിട്ട് മിസ്സിങ് എനർജിയാണ്. പ്രോബബ്ലി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കണം. കാരണം സൺ എന്ന് പറയുമ്പോൾ ട്രാവൽ ചെയ്ത് വരുന്ന ഒരു കാർഡാണ്. കാരണം 6 of wandsഉം കുതിരപ്പുറത്ത് വരുന്ന ഒരു കാർഡാണ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കണം. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. റീയൂണിയൻ ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കാണാനും സംസാരിക്കാനും എല്ലാം ഉള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ കേട്ടോ. മാക്സിമം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ ഇവർ നിങ്ങളെ വന്ന് കണ്ട് സംസാരിച്ച് കുറച്ച് പോസിറ്റീവ് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇവരുടെ ഫീലിങ്സ് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ ഇവരുടെ ഫീലിങ്സ് വ്യക്തമാക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ ഒരാൾ ട്രാവൽ ചെയ്ത് മറ്റേ ആളെ പോയി കാണും, സംസാരിക്കും, പ്രപ്പോസൽ കൊടുക്കും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, സൺ ചിങ്ങ രാശി, കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്. ഇതെല്ലാം വൈസ് വെർസയും എടുത്തോളണം. ഓക്കെ, അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്നും എടുക്കാം, അവരുടെ ഭാഗത്തുനിന്നും എടുക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ, പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻസ്. സംസാരിക്കണം എന്നാണ്. ഒന്നുകിൽ 2 സിനാറിയോ ആവാം കേട്ടോ. ഒന്നുകിൽ നിങ്ങളുടെ സമയം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, കറണ്ട് സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാരോ റീഡറെ അപ്രോച്ച് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ആരുടെയൊക്കെ എനർജി ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അവിടെ കമ്മ്യൂണിക്കേഷൻ ആ ടാരോ റീഡറുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ട് കാണുന്നു. പ്രോബബ്ലി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കും ഇത്. 2-ൽ ഒരാൾ ഒരു ടാരോ റീഡറെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സമയം അറിയാൻ, കറണ്ട് സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മെസ്സേജസ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇവിടെ അമ്മയായിരുന്നു അവിടെ പ്രശ്നമെങ്കിൽ, സെക്കൻഡ് സിനാറിയോ, അമ്മയായിരുന്നു അവിടെ നിങ്ങളുടെ റിലേഷന് അവിടെ ഇഷ്യൂ എങ്കിൽ അവിടെ കാലം മാറി വരുന്നതായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ മ്യൂച്വൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ട് കാണുന്നു. പരസ്പരം സംസാരിക്കുന്നതായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നതുമായിട്ടും കാണുന്നു. ഓക്കെ, നല്ല കാലത്തേക്ക് മാറ്റം വരുന്നതായിട്ട്, ആ ഒരു കർമ്മബലം അവിടെ കഴിഞ്ഞു, അവിടെ ഒരു നല്ല കാലത്തേക്ക് ചക്രം കറങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. 2 സിനാറിയോയിലും എടുക്കാം നമുക്ക്. ഓക്കെ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. പിന്നെ മീന രാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ 8 of wands, clarify 8 of wands, clarify 8 of wands. King of cups, Knight of cups, Ace of pentacles. ഓക്കെ, ഇവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അത് ഇവർ മനസ്സിലാക്കുന്നു. ഇവർ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായി സംസാരിച്ചപ്പോഴൊക്കെ നിങ്ങളെന്ന് വേദനിപ്പിച്ചിട്ട് പോയി കാണണം. അതിനൊരു ക്ഷമാപണമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഇത്രയും നാൾ കോണ്ടാക്ട് ചെയ്യാതിരുന്നതിനുള്ളൊരു ക്ഷമാപണമൊക്കെ ആയിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിനായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഇവരെന്തായാലും വരുന്നുണ്ട്. ഇവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. സംസാരത്തിൽ ഇവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ടും കാണുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ, കോൾ, മെസ്സേജ്, അല്ലെങ്കിൽ ഇവർ നേരിട്ട് വരുന്നതായിട്ടും എല്ലാം അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം,
അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്പീഡി കൺവേഴ്സേഷനാണ് അവിടെ, സ്പീഡി കമ്മ്യൂണിക്കേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. എത്രയും വേഗം എന്നുള്ള രീതിയിൽ 8 ഓഫ് വോൺസ് ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഇതാണ്. നിങ്ങളിൽ പലർക്കും ഒരു മെസ്സേജോ കോളോ എല്ലാം വരാൻ സാധ്യതയുണ്ട്. ക്ലാരിഫൈ ലവേഴ്സ്, ക്ലാരിഫൈ ലവേഴ്സ്, ക്ലാരിഫൈ ലവേഴ്സ്. സ്റ്റാർ, സെവൻ ഓഫ് സ്വാർഡ്സ്. സ്നേഹം ഉണ്ടെങ്കിൽ എന്തിനാ വിളിച്ച് വെക്കുന്നത് അല്ലേ? മാനിഫെസ്റ്റ് ചെയ്യാണ് മാജീഷ്യൻ. സ്നേഹം ഒരുപാട് ഉള്ളിൽ വെച്ചിട്ട് അത് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് കാണുന്നത്. എന്നാൽ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് അവർ കരുതുന്നുണ്ട്. പക്ഷേ സ്നേഹം ഉള്ളിൽ പ്രകടിപ്പിക്കാതെ അടക്കി പിടിക്കുന്നതായിട്ട് കാണുന്നു. ടോറസ് രാശി ഏറ്റവും കൂടുതൽ, ഇടവ രാശിക്കാർ, പിന്നെ അക്വേറിയസ്, കുംഭരാശി, ജെമിനൈ, മിഥുന രാശി, സ്വാട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. എന്തുകൊണ്ടാണ് ഇവർ സ്നേഹം പ്രകടിപ്പിക്കാത്തത്? ഡിവൈൻ ടെൽ മീ, ഗിവ് മി എ റീസൺ വൈ ദേ ആർ നോട്ട് ഷോയിങ് ദെയർ ലവ്, why they are not expressing their love towards my viewers. ജഗ്ലിംഗ് ആണ്, ക്രോസ് റോഡ് സിറ്റുവേഷൻ ആണ്. എന്തോ ഒരു സംശയത്തിൽ അകപ്പെട്ട് അവർ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ജഗ്ല് ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, എന്തെങ്കിലും കാരണം കാണും, പല റീസൺസ് ആയിരിക്കാം ജഗ്ലിംഗ് വരാനുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതെല്ലാം തന്നെ കരിയർ ആയിരിക്കാം, ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞതായിരിക്കാം. ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ ഒരു ജഗ്ലിംഗ്, ഒരു തീരുമാനം, ഫൈനൽ തീരുമാനം എടുക്കാൻ, ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനോ അവർക്കൊരു പ്രയാസമുള്ളൊരവസ്ഥ എന്നാണ് കാണുന്നത്. ഓക്കെ, കുറച്ചിങ്ങോട്ട് നീക്കി വെക്കാമേ, എന്നാൽ ഈ കാർഡ് കാണാമല്ലോ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 7 ഓഫ് വോൺസ്. ക്ലാരിഫൈ 7 ഓഫ് വോൺസ്, ക്ലാരിഫൈ 7 ഓഫ് വോൺസ്. കൺഫ്യൂഷൻസ് മാറില്ല അല്ലേ ആൾക്കാർക്ക്? ക്ലാരിഫൈ 7 ഓഫ് വോൺസ്. റെസ്ട്രിക്ഷൻ ആണ് അവിടെ കാണുന്നത്. ഏസ് ഓഫ് വോൺസ്, ഹാൻഡ് മാൻ. അവിടെ കൺഫ്യൂഷൻസ് ആണ്. ഒരു പുതിയ തുടക്കം, റൊമാൻറ്റിക് തുടക്കം വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർ ലൈഫിൽ ഒരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കൺഫ്യൂഷൻസ് ആണ് അവർക്ക്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ പോലും ഇവർ പ്രോപ്പറായിട്ട് മറുപടി ഒന്നും അയക്കേണ്ടാവില്ല. മനഃപൂർവ്വം സ്വയം സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ വൈ ദേ ആർ സ്റ്റോപ്പിംഗ് themselves. Why are they stopping themselves from messaging? Reason, strong third party situation ആണ്. വെരി സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കേട്ടോ. പ്രോബബ്ലി അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഏതോ ആവാം, ഞാൻ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇഷ്യൂസ് ഉണ്ടാവും എന്നവർ വിചാരിക്കുന്നു. കൂടുതൽ കൺഫ്യൂഷൻസ് ആവും, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ടുകൾ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്നവർ വിചാരിക്കുന്നത് കൊണ്ട് ഇവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ബാക്കി എല്ലാം മോൺസ് ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, പൈസസ്, മീന രാശി. ഇത്രയുമാണ് അവിടെ കണക്റ്റ് ആയത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഗ്രൂപ്പുകാർക്ക്. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണ്. ഇവരുടെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് ഇവർക്കായിട്ട്? ഇവരുടെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് ഇവർക്കായിട്ട്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ ആണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? Eight of Swords, Ace of Cups,
അതിനൊന്നും ഒരു കുറവുമില്ല. 2 of Wands, Hierophant, മനസ്സിലായല്ലോ എന്താണെന്ന്. Ace of Pentacles, Ace of Wands, പുതിയ തുടക്കം വളരെ പ്രബലമായിട്ട്. Ace of Pentacles, Ace of Cups, Ace of Wands, സ്നേഹമുണ്ട്. റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായിട്ടുണ്ട്. ലോങ് ഡിസ്റ്റൻസുമായിരിക്കാം. ഹെയറോഫൻറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ മാരീഡോ കമ്മിറ്റഡോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ക്ലാരിഫൈ 8 of Swords, clarify 8 of Swords, clarify 8 of Swords. എൻ്റെ റീഡിങ്ങിൻ്റെ സ്പീഡ് കൂടി വരുന്നുണ്ട് അല്ലേ, കാരണം ഇപ്പോൾ കുറച്ച് ശീലമായി. മറ്റേത് ഒരു സ്ലോ പേസിൽ ചെയ്യുമായിരുന്നു, ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടി പറയാൻ പഠിച്ചു. ക്ലാരിഫൈ 8 of Swords, 8 of Swords. എന്തുകൊണ്ടാണ് അവിടെ സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ഡിവൈൻ? 9 of Pentacles, ഓക്കെ. 8 of Pentacles, Queen of Pentacles. അവിടെ പൈസ തന്നെയാണ് കാര്യം. ജോബ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നതായിട്ട് കുറച്ച് സെൽഫ് കെയർ, സെൽഫിഷ്നെസ് അങ്ങനെയൊക്കെ. അതായത് സ്വന്തം കാര്യം, അവിടെ സ്റ്റെബിലിറ്റി, സ്വന്തം സ്റ്റെബിലിറ്റി, സ്വന്തം ഫൈനാൻഷ്യൽ ഗെയിൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒന്ന് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഫൈനാൻഷ്യൽ ഭാഗം ശരിയായതിനു ശേഷം മാത്രമേ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അവിടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട വർക്ക് ഉണ്ട്. അവർ അതിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. അതിൽ സ്വന്തം ഉന്നമനത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ടൊക്കെ അവിടെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് ഒരു അപ്രോച്ച് ഇപ്പോൾ വരുന്നില്ല, അത് ബ്ലോക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, സ്വാർട്സ് ആണ്. പിന്നെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ സ്റ്റാർ. ഫസ്റ്റ് കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യം പിടി കിട്ടും അല്ലേ. ക്ലാരിഫൈ ദി സ്റ്റാർ. കൂടുതൽ ഡീപ്പായിട്ട് നോക്കുന്നതാണ് എന്താണ് റീസൺ എന്നുള്ളത്. ക്ലാരിഫൈ ദി സ്റ്റാർ. വേൾഡ്, ലോങ് ഡിസ്റ്റൻസ് ആണ്. ക്വീൻ ഓഫ് കപ്സ്, ഹൈലി ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഫാമിലിയും ഉണ്ട് കേട്ടോ. 10 of Pentacles. ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണൽ ആണ്, നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. ഫാമിലി സ്റ്റെബിലിറ്റിക്ക് കുറച്ച് കൂടുതൽ എന്താ പറയുക ഇമ്പോർട്ടൻസ്, ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഇമോഷൻസ് അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസും ആണ്, ജോലി സംബന്ധമായിട്ടൊക്കെ ആയിരിക്കും. ലോങ് ഡിസ്റ്റൻസ് ആണ് എന്ന് കാണുന്നു. ഓക്കെ. എന്നാൽ നിങ്ങൾ വന്നതിന് ശേഷമാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഇവർക്ക്. ഇവർ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങളെന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ളൊരു ഹെൽപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഓൾ ഓഫ് എ സഡൻ അവർ അവരുടെ ഫാമിലിക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം, അക്വേറിയസ്, കുംഭരാശി. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. അവിടെ സ്നേഹം തന്നെയാണ്, ഒരുപാട് സ്നേഹം. എംപ്രസ്, അതങ്ങനെ തന്നെ വരുള്ളൂ. എംപ്രസ്, കിങ് ഓഫ് വോൺസ് ആൻഡ് 4 of Wands. അവിടെ ഒരു വിവാഹം, ഭയങ്കര സ്നേഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ കാർഡ് കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ്. ഓക്കെ. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ്, നിങ്ങൾക്ക് പകരം വെക്കാനായിട്ട് അവരുടെ ലൈഫിൽ യാതൊന്നും ഇല്ല, ആരുമില്ല. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡുമാണ്. സ്നേഹത്തോടൊപ്പം തന്നെ അട്രാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വിവാഹം, ഒരു പ്രപ്പോസലൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ. കാരണം ഒരുപാട് സ്നേഹമാണ് കേട്ടോ. നിങ്ങളുമായിട്ടൊരു സ്റ്റേബിൾ ലൈഫ് തന്നെയാണ് അവരുടെ മനസ്സിൽ. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് അവർ വിചാരിക്കുന്നു. ഓക്കെ. ടോറസ് രാശി, ഇടവരാശി ഒരുപാട് കൂടുതലായിട്ടുണ്ട്. വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്. ക്ലാരിഫൈ 2 of Wands. Clarify 2 of Wands. Clarify 2 of Wands. Devil,
ലവേഴ്സ്. ഓക്കെ, ടവർ. അത് ഒരു ലവേഴ്സ് വന്നെങ്കിലും അവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇവരെ വിശ്വസിക്കാൻ സാധിക്കില്ല കേട്ടോ. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ ലോങ് ഡിസ്റ്റൻസ് വെച്ചാൽ നിങ്ങൾ രണ്ട് സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. ഒരു എബ്രോഡൊന്നും അങ്ങനെ ആയിരിക്കില്ല. കുറച്ച് ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിലുണ്ട്, ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ്. പക്ഷെ ഇവർ നിങ്ങളുമായിട്ട് അടുത്തത് പ്യോർലി ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. ഓക്കെ, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ നിങ്ങളുടെ അടുത്ത് അടുത്തതാണ്. അവിടെ ഒരു ടവർ മൂവ്മെൻ്റ് ആണ്. ഇവരെ ഉദ്ദേശിച്ചത് ഇവർ നേടിക്കാണും. അവിടെ ഒരു ടവർ മൂവ്മെൻ്റ് ആയിട്ടുള്ളതായിട്ടും നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസിൽ ഇപ്പോൾ നിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത്. ലവേഴ്സ് എപ്പോഴും ഒരു പോസിറ്റീവ് കാർഡായിട്ട് എടുക്കാൻ പറ്റില്ല. കൂടെ വരുന്ന കാർഡ്സ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഡെവിളും ലവേഴ്സും ഒരുമിച്ച് വരുമ്പോൾ ലസ്റ്റ്, ഫിസിക്കൽ അട്രാക്ഷൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക കേട്ടോ. അതുമല്ല ടവർ കാർഡാണ് കൂടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവരുടെ കാര്യം കഴിഞ്ഞപ്പോൾ ദേ അച്ചീവ്ഡ്, അവർക്ക് കിട്ടി, അവർ ഉദ്ദേശിച്ചത് അവർ സാധിച്ചു. അതിനുശേഷം നിങ്ങളെ ഒരു ബ്ലോക്ക് ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ടോട്ടലി നോ കോണ്ടാക്റ്റിൽ ഇവർ നിങ്ങളെ ഇട്ട് കാണും. ഒരു ലോങ് എന്താണ് ഇവരുടെ മനസ്സിൽ ഒരു തരത്തിലും കോണ്ടാക്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ജെമിനി, മിഥുന രാശി. ടവറിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു രാശി നമ്മൾ പറയില്ല. കാപ്രിക്കോൺ, മകര രാശി. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്ലാരിഫൈ ഹെയറോഫൻ, ക്ലാരിഫൈ ഹെയറോഫൻ, ക്ലാരിഫൈ ഹെയറോഫൻ. ഹാൻഡ്മാൻ, ഹൈ പ്രീസ്റ്റസ്, സ്ട്രെങ്ത്. നാച്ചുറലി അവിടെ ഹെയറോഫൻ്റെ വരുന്ന അവിടെ ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ ഹെയറോഫൻ്റെ വന്നതുകൊണ്ട് ഇത് അമ്മയല്ല, ഇത് സ്പൗസാണ് കേട്ടോ. ഹെയറോഫൻ്റെ മാരീഡായിട്ട് അല്ലെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇവരുടെ ലൈഫിലുള്ള സ്ത്രീ സാന്നിധ്യം ഇവർ പേടിക്കുന്നുണ്ട്. അവിടെ ഇവർ സ്റ്റക്കാണ്. കാരണം സോഷ്യൽ സ്റ്റാറ്റസ്, മറ്റേ റിലീജിയസ് ഫാക്ടേഴ്സ് എല്ലാം, അതുമല്ല ഇവർ സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കുറച്ച് അതിനെക്കുറിച്ചൊക്കെ ബോധേഡാണ്. ഇവർ പ്രബലമായിട്ടൊരു ജോലിയിലൊക്കെ ഇരിക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ 4 പേർക്ക് ഇവരെ അറിയാം. അപ്പോൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാനൊന്നും ഇവർക്ക് സാധിക്കില്ല. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ലൈഫിൽ ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനേ ഇവർക്ക് സാധിക്കുള്ളൂ. അതുമല്ല ഇവർ വിചാരിക്കുന്നുണ്ട് ഇവരുടെ സ്പൗസ് ഈ വിവരം അറിഞ്ഞാൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആവും. അതുകൊണ്ട് ഇതൊരു ക്ഷമയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇവർ ആ ലൈഫിൽ സ്റ്റക്കാണ്. അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ, ഇവർ ആ സ്പൗസുമായിട്ടുള്ള ഒരു ലൈഫിൽ സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർക്ക് ഈ സിറ്റുവേഷൻ ക്ഷമയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. രാശി പറഞ്ഞില്ല അല്ലേ. മീന രാശി, പൈസസ്, ലിയോ, ചിങ്ങ രാശി, വീണ്ടും പൈസസ് കുറച്ച് കൂടുതലായിട്ട്, മീനരാശി, ഇടവരാശി, ടോറസ് രാശി കേട്ടോ. എല്ലാം മേജർ അർക്കാന കാർഡ്സ് ആണ് അവിടെ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ക്ലാരിഫൈ ചെയ്യേണ്ടി വേണം. പ്ലീസ് ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ ഒരു പുതിയ തുടക്കം അങ്ങനെയൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടെമ്പറൻസ്, ഓക്കെ. ക്യൂൻ ഓഫ് വാൻഡ്സ്, ഓക്കെ. ചാരിയറ്റ്, അവിടെ ഒരു പുതിയ തുടക്കത്തിന് അവർ നിങ്ങളുമായിട്ട് സ്നേഹത്തിലാണ്, അട്രാക്റ്റഡ് ആണ്. അവിടെ ഒരു ഉറച്ച തീരുമാനവുമായിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഇവർ ഒരു ഹീലിങ്ങിൽ കൂടെയൊക്കെ പോയി കാണണം. ഒരു ടെമ്പററി സെപ്പറേഷൻ ഉണ്ടായിരിക്കും, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, ഫൈനാൻഷ്യൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. അതെല്ലാം അവർ മറികടന്നിട്ട് ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കാണുന്ന. ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ അവിടെ തടസ്സമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം മറികടന്ന്, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരുന്നിരിക്കും. ആ സിറ്റുവേഷനെല്ലാം മറികടന്ന് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഉറച്ച തീരുമാനവുമായി വരുന്നു എന്നാണ് കാണുന്നത്. ക്യാൻസർ, കർക്കിടക രാശി, ക്യാൻസർ, കർക്കിടക രാശി, ടെമ്പറൻസ്, ധനുരാശി, സാജിറ്റേറിയസ്, ധനുരാശി. വാൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ലാസ്റ്റ് കാർഡ് ഏസ് ഓഫ് വാൺസ്. ക്ലാരിഫൈ ഏസ് ഓഫ് വാൺസ്, ക്ലാരിഫൈ ഏസ് ഓഫ് വാൺസ്, ക്ലാരിഫൈ ഏസ് ഓഫ് വാൺസ്.
സിക്സ് ഓഫ് കപ്സ്, മിസ്സിങ് എനർജി, നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ഡെത്ത്. ഒരു പുതിയ തുടക്കവുമായിട്ട് അവിടെ ഏസ് വരുമ്പോൾ തന്നെ നമുക്ക് പുതിയ തുടക്കമാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ള ബന്ധമായിരിക്കും കേട്ടോ. ലോങ് ടേം നിങ്ങൾക്ക് പരസ്പരം അറിയാം. നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു മെമ്മറീസൊക്കെ ഉണ്ട്. ഇടയിൽ എന്തോ നിങ്ങളെ ഒന്ന് വേദനിപ്പിച്ചിട്ട് ഇവർ ഒന്ന് വിട്ടു നിന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതെന്ത് തന്നെ സിറ്റുവേഷൻ ആയിരുന്നാലും നിങ്ങളെ ഒന്ന് വേദനിപ്പിച്ചിട്ട് ഒരിടയ്ക്ക് കോണ്ടാക്റ്റ് വിട്ട് കാണും. പക്ഷേ ഒരു ക്ഷമാപണത്തോടു കൂടി അവർ തിരിച്ച് ഒരു കോണ്ടാക്റ്റിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഡെത്ത് വെച്ചിട്ട് എന്താണ് ഡെത്ത്, സ്കോർപ്പിയോ, വൃശ്ചിക രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏറ്റവും കൂടുതലായിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഇത്രയുമാണ് അവിടെ കണക്റ്റ് ആയത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ് വെച്ചിട്ട് അവരുടെ ഫീലിങ്സ് നമ്മൾ നോക്കി. ഓക്കെ, എത്ര പേർക്ക് റെസനേറ്റ് ആയെന്നുള്ളത് എനിക്ക് കമൻസിൽ ഇടുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത 10 days പേഴ്സണൽ റീഡിങ് ഉണ്ടായിരിക്കില്ല. ഇതുവരെ എടുത്തവർക്കെല്ലാം ഫിനിഷ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുവരെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ വരുന്ന അടുത്ത് തന്നെ വേറെ റീഡിങ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം രക്ഷിക്കട്ടെ. ബൈ.